അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കിക്കണ്ടേ. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചെടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ശല്യക്കാരായ നമ്മുടെ ഈ ചീമപ്പത്തലിൻ്റെ ഇല ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ. നമുക്ക് ഇത് അടിച്ചാലിട്ട് പോവുമില്ല. നമ്മൾ എത്ര സമയമാണെന്നറിയോ ഈ ചൂലെടുത്ത് ഈ മുറ്റത്തേ കൂടി ഇങ്ങനെ ഈ സൈഡ് മാത്രം നിൽക്കണത്. അപ്പോൾ ഞാനൊരു പണി ചെയ്തു. ഈ സ്റ്റെപ്പ് ലാഡറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് ഞാനും നമ്മുടെ കുഞ്ഞപ്പനും കൂടി വെട്ടാനിരുന്നു. അപ്പോൾ അങ്ങനെ വെട്ടി ഒതുക്കിയതാട്ടോ ഈ ഒരു സൈഡ്. അതുകൊണ്ട് ഇനി ഇപ്പം നേരത്തെ അത്ര ഇല ഇനി വീഴില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്നാലും കാറ്റത്ത് പറന്ന് ഇവർ നമ്മളെ ശല്യപ്പെടുത്താൻ മിക്കവാറും ഇവിടെ ഉണ്ടാകും. എന്നാലും ആദ്യത്തെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരാശ്വാസം. പിന്നെ നമുക്ക് ഇന്ന് രാവിലത്തെ ഒരു പണിയായിരുന്നു. എൻ്റെ ഇവിടെ ഇങ്ങനെ വണ്ടി കയറുന്ന ഭാഗം മൊത്തം ഇങ്ങനെ ചെള്ളി പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കട്ടയൊക്കെ ഇങ്ങനെ ഇട്ടു. കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കി ആ ചെളിയുടെ മീതെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു അരച്ചാക്കോളം അരച്ചാക്ക് ഉണ്ടായില്ല കേട്ടോ, കാൽച്ചാക്ക് മിറ്റിൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ മിറ്റിലിട്ടു. അപ്പം അവിടെ കുഴിഞ്ഞ് കിടക്കണ ഭാഗം അങ്ങനെ ഞാനൊന്ന് റിപ്പയർ ചെയ്തു. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ട്. പക്ഷെ അവിടെ ആയിരുന്നു നമുക്ക് കൂടുതൽ ശല്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫുൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തുറന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണേ 2 വീലർ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഇവിടെ ചാടി ഇങ്ങനെ വണ്ടിയും കംപ്ലൈൻ്റ് ആവും, നമ്മുടെ ശരീരവും പോകും. മാത്രമല്ല എൻ്റെ ഈ ടൈല് ഫുള്ള് ഇങ്ങനെ ഈ മണ്ണിൻ്റെ ഈ ചുമന്ന കളർ ഇങ്ങനെ ടൈല് ഫുള്ളാവും കേട്ടോ. മഴക്കാലം വരുമ്പോൾ സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് ഭീകരമായിപ്പോയി. നമ്മുടെ വഴി ഭയങ്കര മോശമായിപ്പോയി. നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഈ സൈഡിൽ കൂടി ഈ പ്രാവശ്യം അവർ കുഴിച്ചായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രാവശ്യം ഇത്രയും ഒരു ബുദ്ധിമുട്ടായി പോയത്. അപ്പോൾ നമുക്കിവിടേക്ക് അടിച്ചിനി ക്ലീൻ ചെയ്യാം. ഞാൻ മുറ്റടിക്കുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തേ കൂടിയും പെരക്കാത്തേ കൂടിയും ഒക്കെ ഓടിക്കളിക്കുന്നത് നമ്മുടെ വീരപ്പനെ കണ്ടോ. എടാ വീരപ്പ, നിന്നെ കുറച്ച് നേരം അയച്ചിട്ടാൽ നീ ഇതുപോലെ എനിക്ക് പണി തരും അല്ലേ. ഓടിക്കളിക്കണേ കുഴപ്പമില്ല, അവൻ നല്ല തെറിച്ച് അങ്ങനെ വീഴും കേട്ടോ. പെരക്കാത്തേ കൂടിയൊക്കെ ഓടിക്കളിക്കുമ്പോൾ അവൻ തെന്നി വീണതാണ്. തെന്നി വീണ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മറിച്ചൊക്കെ ഇടും അവൻ. എടാ ബിരുദ, എടാ കുഞ്ഞു ബിരുദ, ഇവനെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവന് ഭയങ്കര സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും, ഭയങ്കര ക്ഷീണിച്ച് കിടക്കണ പോലെ കിടക്കും. പക്ഷേ ഇവന് ഓടി കളിച്ചാലേ ഒരു ഉഷാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഓടി കിടക്കും. എടാ വീരപ്പ, അവൻ തക്കം കിട്ടിക്കഴിഞ്ഞാൽ അവൻ പുറത്ത് ചാടും കേട്ടോ. അവൻ്റെ അമ്മേനെ കറക്റ്റായിട്ട് അവൻ തപ്പി പിടിച്ച് പിന്നെ അവിടെ നിന്ന് പോരാൻ നമുക്ക് ഒരു നിവൃത്തി ഉണ്ടാവില്ല. അവനെ എടുത്തിട്ട് അല്ലാതെ നമുക്ക് ഇവനെയും കൊണ്ട് പോരാൻ പറ്റില്ല. അവൻ വലിച്ചാലിട്ട് പോലും ഇല്ല, അവിടെ എങ്ങനെ കിടക്കും. ദാഹിക്കുന്നുണ്ടല്ലോ അവിടെ, വെള്ളം കുടിക്ക്. അവന് പാലല്ലാതെ ഒന്നും കഴിക്കാൻ അവന് കഴിയില്ല. അവന് തീറ്റ എടുത്ത് വെച്ചാലൊന്നും അവൻ കഴിക്കില്ല. അവൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് അതന്നെ ഈ വീഴ്ചയാണ് എപ്പോഴും ഓടി. എടാ കുഞ്ഞൂട്ടാ, എടാ നിൻ്റെ കൂട്ടുകാരി എന്തിയേ? കൂട്ടുകാരിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് കൂട്ടുകാരി ക്ലാസ്സിൽ പോയേക്കാം. ഫുൾ ടൈം ഇവൻ്റെ കൂടെയാണ് കേട്ടോ. ഡാൻസ് കളിച്ചേ. 1ാം തരം വേണ്ട, പെരക്കാത്തോട്ട് കയറിപ്പോയി. 1ാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം, പാം പാം. കുഞ്ഞൂട്ടനെ എന്താ തുളസി കഴിക്കുക? കുഞ്ഞൂട്ടാ, ഇവനെ പോലെ വേറൊരാൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ നമ്മളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവൻ 2 കൈ നമ്മുടെ പുറത്തോട്ട് എടുത്തിട്ട് ഈ ഒട്ടാപ്പുണ്ണി കയറുന്ന പോലെ നമ്മുടെ മേത്ത് കയറി നിൽക്കുമായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ഇവൻ അത്ര ആക്റ്റീവല്ല. കുഞ്ഞൂട്ടാ കുട്ടികളൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഇവനാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ. അവനിങ്ങനെ ഓടിക്കളിക്കും, അവനോട് വർത്താനം പറയാം നമുക്ക്. അപ്പം അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് സംസാരിക്കാൻ ഒരാളാട്ടോ. എന്തോ നമ്മുടെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തലയൊക്കെ കുലുക്കി കാണിക്കുക. എന്താ അവനെന്തോ പറഞ്ഞ മനസ്സിലാവണ പോലെയൊക്കെ കാണിക്കും കേട്ടോ ഇടയ്ക്ക്. കുഞ്ഞൂട്ടാ
കുഞ്ഞൂട്ടാ കുഞ്ഞൂട്ടാ ഒന്ന് പത്താനും പറഞ്ഞേ. ഇങ്ങ് നോക്കിക്കേ, ഇങ്ങ് നോക്കിക്കേ, നോക്കിയേ. കുഞ്ഞൂട്ടാ 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 കുഞ്ഞൂട്ടാ. ഇത് എന്തുട്ട് കയറാൻ നിൻ്റെ ചേട്ടൻ കെട്ടി തന്നേക്കണേ കഴുത്തിൽ. എന്നിട്ട് വേദന എടുക്കും കയറ് കൊണ്ട് കെട്ടിയാന്ന് പറഞ്ഞിട്ട് തുണി വെച്ച് കെട്ടിയിട്ടേക്കണം കേട്ടോ അവൻ്റെ കഴുത്തിൽ. കുഞ്ഞൂട്ടാ കുഞ്ഞൂട്ടാ. അപ്പം നമ്മുടെ പാറുമോള് ഇന്ന് ഭഗവാന് നീതി ഉണ്ടാക്കണതാണ്. അങ്ങനെ കറക്റ്റ് ടൈമിലൊന്നും അല്ല കേട്ടോ ഞങ്ങൾ വെക്കാറ്. എന്നാലും എന്തെങ്കിലുമൊക്കെ പഴമോ പഞ്ചസാരയോ അല്ലെങ്കിൽ ഇങ്ങനെ പാലുള്ളപ്പോൾ ഇങ്ങനെ ഇതുപോലെ പാൽപ്പേടയോ ഒക്കെ ഉണ്ടാക്കും അല്ലേ പാറു? ഇത് ഞാൻ പറയാം, ഭഗവാന് വേണ്ടിട്ട് ഉണ്ടാക്കുന്നത്. ഈ പാത്രം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രമാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ ചെയ്യണ പോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഇത് ഇപ്പൊ പാറ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു കേട്ടോ. ആദ്യം സോപ്പിട്ട് കഴുകിയിട്ട് ഇത് വെള്ളം ചൂടുവെള്ളത്തിൽ കുറെ നേരം ഇട്ട് തിളപ്പിച്ച് മാറ്റും. അല്ലാതെ നമുക്ക് അങ്ങനെ ഇത് പോസിബിൾ ഇല്ലല്ലോ. ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. അപ്പോ ഇത് കുറച്ചുണ്ടാക്കല്ലേ പാറു? അത് മുഴുവൻ എടുക്ക് പാല്. എന്തായാലും ഉണ്ടാക്കല്ലേ? ഞാനപ്പോ അതിന് വേണ്ടി എടുത്തു വെച്ചതാ പാല്. പാല് നമുക്കിപ്പോൾ കുറവാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചില ദിവസങ്ങൾ വൈകുന്നേരങ്ങളിൽ ബാക്കി വരുമ്പോൾ അങ്ങനെ എടുക്കണം കേട്ടോ പാല്. ഓ ദേ നമ്മൾ പാല് ഇന്ന് വലിയ ഒരു പാൽപ്പേടയുടെ പരിപാടിയാട്ടോ. സാധാരണ ചെറിയ രീതിയിലുള്ളതാണ്. നമ്മൾ 1/2 ലിറ്റർ പാലൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇത് ഏകദേശം എത്ര ലിറ്റർ പാലുണ്ടാവും? 1, 2, 2.5 പോടോ. 1 ലിറ്ററിൻ്റെയാണ് ഇപ്പം എടുത്തത്. അപ്പം 1 ലിറ്റർ ഫുള്ളും ഉണ്ടായില്ല. അതെന്തിനാ അരിച്ച് പാൽപ്പാട കളയണേ? അതെ, ഒരു കരട് പോലെ കിടന്നിട്ട് ഇതിപ്പോ നമുക്ക് അരിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. ോട്ട് ഇട്ടേ, അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കൂടിക്കിടക്കും. ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇയാൾ ഇതൊക്കെ ഉണ്ടാക്കി ഇനി വൃത്തിയേടാക്കി ഇടരുത്. ക്ലീൻ ചെയ്തിട്ടിട്ട് പോയിക്കോളണം. പിന്നെ നമ്മള് എങ്ങനെ ഏത് പാത്രത്തിൽ ഉണ്ടാക്കും എന്നുള്ളതല്ല അല്ല കാര്യം. നമ്മള് എന്ത് കാര്യമായാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഗുരുവായൂർ പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കദളിപ്പോ കൊല വാങ്ങിച്ചുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. പക്ഷെ നമ്മള് എന്താണോ ഭഗവാൻ സ്നേഹത്തോടെ ഒരു തുളസിയില വെച്ചാൽ പോലും അത് സ്വീകരിക്കുന്ന നമ്മളിപ്പോ ഞാൻ അമ്മ മറ്റേ വലിയ കദളിക്കൊല കൊണ്ടുവന്ന് വെച്ചതും ഞാൻ സ്നേഹത്തോടെ ഒരു തുളസിയില കൊണ്ടുവച്ചതും ഭഗവാൻ അതിൽ ഒരേ തട്ടായിരിക്കും. അത് കാര്യം ഭയങ്കര കൃഷ്ണഭക്തിയാട്ടോ. കാരണം ഈ ഞാൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മുൻജന്മത്തിലെ ഏതോ ഒരു കാരണം അമ്മ തന്നെയാണ്. ലൈക്ക് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു കഥ. ഞാൻ അത്ര വലിയ കൃഷ്ണഭക്തി ഒന്നും അല്ല, ഒരു നുള്ളു പോലും അല്ല. അമ്മ എന്നെ പ്രസവിച്ചപ്പോ, അതായത് ഹിരണ്യകശിപുവിന്റെ കഥ നിങ്ങൾക്കറിയാം. നാരദ മഹർഷി വന്ന് ഹിരണ്യകശിപുവിന്റെ അമ്മ പേരറിയില്ല ആളെ ഉപദേശിച്ചപ്പോ വയറ്റിലിരുന്ന് കേട്ടത് ഹിരണ്യേശ്വരല്ല, പ്രഹ്ലാദ സ്വാമിയാണ് വയറ്റിലിരുന്ന് കേട്ടത്, അമ്മയല്ല. അതുപോലെ എന്റെ അമ്മ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വാവ ഉണ്ടായത്. അപ്പം ആ ഉണ്ടാവാൻ നേരത്തെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്നും സന്ധ്യയാവുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനോട് ഒരു കുഞ്ഞു വാവ ഉണ്ടായാൽ മതി ഭഗവാനെ. എനിക്കും അധികം ഏജൊന്നും ഇല്ല ആ സമയത്ത്. 20 വയസ്സൊക്കെ ഉള്ള പ്രായം. അപ്പം എനിക്ക് ഒരു കൊച്ചുണ്ടായാൽ മതി എന്നുള്ളൊരു ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കണേ വിശേഷമായില്ലേ എന്നാണല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ചെറിയ പ്രായത്തിൽ അത്രയും ബോധമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നുലോളി വരും, എനിക്ക് സങ്കടം വരും. അങ്ങനെയായിരുന്നു. അന്നേരത്തൊന്നും ബോധമില്ലല്ലോ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞുവാവ മതി ഭഗവാൻ, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഒരു കുഞ്ഞുവാവ മതി എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അപ്പം ഭഗവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാര്യം അങ്ങനെ പറയാൻ പാടില്ല, ആൺകുട്ടികളോടാണ് ഏറ്റവും ഇഷ്ടം. ഒരു ഉണ്ണിക്കണ്ണനെ മതി ഭഗവാനെ എന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അങ്ങനെ പറയാൻ പാടില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ 2 പെൺകുട്ടികളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൺകുട്ടികളെ വേണമെന്ന്. അപ്പം
ആ ഒരു ആഗ്രഹത്തിൽ എനിക്കൊരു കുട്ടൻ ഉണ്ടാവണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാൻ. എന്നാലും എനിക്കൊരു ഉണ്ണിക്കുട്ടൻ ഉണ്ടായില്ലെങ്കിലും ഒരു ഉണ്ണിമോളെ തന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് എനിക്ക് ഭഗവാൻ തന്നു കേട്ടോ 2 ഉണ്ണിക്കുട്ടന്മാരെയും 2 ഉണ്ണി പെൺകുട്ടികളെ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് 2 ആൺകുട്ടികളെയും കിട്ടി ഭഗവാൻ, 2 പെൺകുട്ടികളെയും തന്നു. അങ്ങനെ 4 കുട്ടികളുണ്ട് എനിക്ക്. അങ്ങനെ ഇപ്പതേ അത് ബാക്കി പറഞ്ഞില്ല. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛാമ്മയും എൻ്റെ അച്ഛനൊക്കെ പ്രാർത്ഥിക്കണം, അമ്മയൊക്കെ പ്രാർത്ഥിക്കണം കണ്ട് ഉള്ള ഒരു ഇതിലാണ് നമ്മൾ വളർന്നു വന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ സഹസ്രനാമമൊക്കെ ചെറുപ്പത്തിലെ മുതലിങ്ങനെ ചൊല്ലി പഠിച്ചിരുന്നു. അങ്ങനെ സഹസ്രനാമമൊക്കെ ചെല്ലുമ്പോൾ സഹസ്രനാമം എപ്പോഴും ചെല്ലുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് ഭഗവാൻ തന്ന ഒരു വാവേനെ വയറ്റിൽ. അപ്പം ട്വിൻസായിരുന്നു കേട്ടോ. പക്ഷേ അപ്പം ഫുൾ റെസ്റ്റ് പറഞ്ഞു. ശരിക്കും ആ ഫുൾ റെസ്റ്റ് പറഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയില്ല. ഇന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പം അങ്ങനെ ആ ട്വിൻസിൽ ഒരെണ്ണത്തിന് കുറച്ച് ഇതുണ്ട്, ആരോഗ്യക്കുറവുണ്ട്. അപ്പോൾ അത് പോവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ റെസ്റ്റ് എടുക്കണ സമയത്ത് ദൈവമേ പ്രാർത്ഥനയാണ് ഭയങ്കര. ഇതൊന്നും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ബ്ലീഡിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ച ആ വിഷമവും ടെൻഷനും അത് അന്നത്തെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അബോഷനായി പോകുന്നതാണല്ലോ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഭഗവാനിങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുകയുള്ളൂ എപ്പോഴും. അങ്ങനെ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കിട്ടണ സമയം മുഴുവൻ ഇങ്ങനെ ചെല്ലുമായിരുന്നു. അപ്പം അങ്ങനെ ചെല്ലി ഭയങ്കര ഇതാണ് കേട്ടോ. കൃഷ്ണനോട് ഭയങ്കര ഒരു അറ്റാച്ചാണ് പാറുവിന്. കഥകൾ കേൾക്കലും ഭയങ്കര കഥ കേൾക്കലാണ് ആൾ. ഈ മൊബൈലിലുള്ള കഥകളൊക്കെ കേൾക്കും, നാമം ജപിക്കും, ഭഗവത്ഗീതയൊക്കെ ചെല്ലും ആൾ. അപ്പം ആ ഒരു വയറ്റിലായിരുന്നപ്പോൾ അങ്ങനെ കേട്ട് വളർന്നൊരു കുട്ടിയായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതലും. അതെ ഭയങ്കര ഭക്തനായിരുന്നു അച്ചായും. അപ്പം അങ്ങനെ ഒക്കെ ആ ഒരു ഗുണത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഭക്തിയിൽ വളരുന്ന കുട്ടികൾ ഭഗവാൻ രക്ഷിക്കുന്നുള്ളൊരു വിശ്വാസം എല്ലാവരും നമ്മൾ ആ ഒരു രീതിയിലാട്ടോ വളർത്തിക്കൊണ്ട് വരുന്നത്. അതെ കണ്ണമ്മൻ അമ്പലത്തിൽ പോവും. അങ്ങനെ നമ്മൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ നമ്മൾ ജീവിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെ പോണത്. ഭഗവാൻ നമ്മളെ രക്ഷിക്കും. എത്ര ആപത്തുകളൊക്കെ ഉണ്ടായാലും ഒരു കൈ പിടിച്ച് ഭഗവാൻ നമ്മൾ ഉയർത്തും. വിശ്വാസം മക്കൾക്കും ഉണ്ടാവണ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ. അപ്പം കൂടുതലും ഞാൻ ഈ കഥകൾ കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ 10ാം ക്ലാസ്സില്. 10ാം ക്ലാസ് കഴിഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞ് അച്ഛനെപ്പം ഒരു മാല കെട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അപ്പം അച്ഛൻ മാല കെട്ടാൻ ഇങ്ങനെ പഠിപ്പിച്ചു. മാല കെട്ടി ഭഗവാന് അന്ന് എന്താന്ന് പോലും അറിയില്ല. മാല കെട്ടാൻ അറിയില്ലായിരുന്നു കേട്ടോ അന്ന്. 10ാം ക്ലാസ് മുതൽ മാല കെട്ടി തുടങ്ങി അല്ലേ? അത് പിന്നെ ആ ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എത്രയൊക്കെ ഒരു ആവറേജ് ഉള്ള ഒരു കുട്ടിയാണ്. പഠിക്കണമെന്ന് തോന്നിയാൽ പഠിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ പഠിച്ച് അങ്ങനെ എപ്പോഴും പഠിപ്പായിട്ടിരിക്കുന്ന ഒരാളും അല്ല. അന്ന് ഫുൾ A+ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി. അപ്പോൾ ഇതേ നമ്മുടെ പാൽപ്പേട ഭഗവാനും കൂടിയുള്ള പാൽപ്പേടയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി ഇതാണ്, പാൽപ്പേട നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ പാറു? അപ്പോൾ ആയി വരട്ടെ, പറ്റി വന്നത് ഇളക്കി കൊടുക്കണം. ഞങ്ങൾക്ക് എന്താ ബേക്കറി പോയിട്ട് ഒരു മധുര പലഹാരം വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ എന്താ പറയാ, ഞങ്ങൾക്ക് അധികം കിട്ടുകയില്ല. എന്നാൽ 500 കൊണ്ട് പോയി 500 തീരുകയും ചെയ്യും. അല്ല, മധുരം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമുണ്ട് പാറുവിന്. അപ്പോൾ ഭഗവാനും കൊടുക്കുക, കൂട്ടത്തിൽ നമുക്കും കഴിക്കുക, എല്ലാവർക്കും കൊടുക്കുക. ഭയങ്കര ഇഷ്ടം, എല്ലാവർക്കും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇയാൾക്ക് കഴിക്കണേക്കാളും കൂടുതൽ എല്ലാവർക്കും കൊടുത്ത് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ കഫക്കെട്ട് വരും. ഇപ്പം എല്ലാവർക്കും കഫക്കെട്ടായിട്ടിരിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ പാല് A2 മിൽക്കാണ്. പക്ഷേ കഫക്കെട്ട് വരാൻ കാരണം വേറൊരു സാധനം ഉണ്ട് അതിനകത്ത്, പഞ്ചസാര. അതാണ് പ്രശ്നം. പഞ്ചസാര ഭയങ്കര വൈറ്റ് പോയിസനാന്നാണല്ലോ പറയണേ.
അപ്പോൾ ഇത് പറ്റി വരട്ടെ, അല്ലെങ്കിൽ ബോറാവും, എല്ലാവർക്കും ബോറടിക്കൂലേ. അതെ, ഈ ഉപദേശം മാത്രം കേട്ട് അതെ അതെ, ഉപദേശമേ ഇഷ്ടമല്ല ഈ ടീനേജ് കുട്ടികൾക്കല്ലേ. അല്ല, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് മാറുക, അത്രേ ഉള്ളൂ അല്ലേ. എന്തോ പാറുവിന് എന്തോ പറയാനുണ്ട് കേട്ടാ. പാറുവിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ വിഷമം വരുമ്പോൾ പാറു ഇതുപോലെ ഭഗവത്ഗീത എടുത്ത് തുറന്നു നോക്കും. അപ്പോൾ അതിനകത്ത് പാറുവിന് വേണ്ട ഉപദേശം ഭഗവാൻ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പാറു വിഷമിച്ച്, എനിക്ക് എന്തോ ഒരു വിഷമം, ഒരു മനസ്സിന് എന്തോ ടെൻഷൻ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബുക്ക് ഭഗവത്ഗീത എടുത്ത് വായിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. എന്തായിരുന്നു ഒന്ന് പറഞ്ഞത്, വായിച്ചു കൊടുത്തേ. അതല്ല, വായിക്കൂ, അത് വായിക്കൂ. ഞാൻ എന്താ പറയാ, എനിക്ക് ഇതുകൊണ്ടൊക്കെ ഞാൻ കുറേ ദിവസമായി ജലദോഷവും മൂക്കടപ്പ് തലവേദന ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായി ക്ഷീണവുമായിട്ട് ഭയങ്കരമായിട്ട്. ആകെ ലേശം ഭക്ഷണം കഴിക്കുള്ളൂ, അതും കറക്റ്റായിട്ട് കഴിക്കാതെ ആയപ്പോൾ ഭയങ്കര ക്ഷീണമായി. അപ്പം ഞാനിങ്ങനെ വഴക്ക് പറയും, കാര്യം ഇങ്ങനെ ക്ഷീണമായിട്ട് ഇരിക്കുക, ഇപ്പം ക്ലാസ്സിൽ എത്ര ദിവസമായി പോയിട്ട്. അപ്പം അങ്ങനെ വഴക്ക് പറയുമ്പോൾ മാനസികമായിട്ടൊരു വിഷമം വരുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ ആ വിഷമത്തിൽ ആള് ഇതുപോലെ ഭഗവത്ഗീത എടുത്ത് നോക്കിയതാണ്. അപ്പം നോക്കിയപ്പോൾ എന്തായിരുന്നു വായിച്ച്, എന്നിൽ മനസ്സുറപ്പിക്കുക, എന്റെ ഭക്തനായി ഭവിക്കുക, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക, എന്നെ തന്നെ സ്മരിക്കുക, നിശ്ചയമായും എന്നെ തന്നെ നീ പ്രാപിക്കും. ഇത് സത്യമാണ്, ഞാൻ നിന്നോട് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഭഗവാൻ പറഞ്ഞ വാക്കുകളാണത് അല്ലേ. സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, നീ വിഷമിക്കേണ്ട. പരമമായ ഈ ഗീതാശാസ്ത്രം ഒരു കാലത്തും തപസ്സിദ്ധിയില്ലാത്ത ഒരാളോട് ഉപദേശിക്കരുത്. എന്തായാലും നന്നായിരുന്നു. എന്തായാലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ആളിങ്ങനെ ബുക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ വിഷമം വരുമ്പോൾ ആള് ഇതുപോലെ ഓരോ ഭഗവാന്റെ കഥകൾ എടുത്ത് കേൾക്കുന്ന പറയണേ. കേൾക്കണ സമയത്ത് അമ്മേ ദേ ഇത് കണ്ട, എനിക്കുള്ള ഉപദേശമായിട്ടാണ് ഈ കഥ ഞാൻ കേട്ടതെന്ന് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും, നന്നായിട്ട് വരും, അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ പാർവേ. ഭഗവാൻ അല്ല, നമ്മുടെ മുൻജന്മ പാപം പോലെ നമ്മൾ ഓരോ ഈ ജന്മത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും പോകേണ്ട വരും. പക്ഷെ എത്രയൊക്കെ വന്നാലും നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാവും, ധൈര്യമായിട്ടും ബലമായിട്ടും. ആ ഫ്ലൈറ്റിലൊക്കെ ബസ്സില് ഭഗവത്ഗീതയ്ക്ക് മാത്രം ആ ഒരു പേപ്പറാണ്. അതെ അതെ. ഓക്കെ, ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പാറുമോള് ഇപ്പം നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പോൾ കസേരയൊക്കെ ഇരിപ്പായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പം ജലദോഷവും പനിയൊക്കെ വന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല, ജലദോഷവും മൂക്കടപ്പൊക്കെ. അപ്പം ഇന്ന് തലയും കുളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എന്തോ അത്ര അങ്ങോട്ട് സുഖമില്ല. അപ്പം ഈ അടപ്പിൻ്റെ വീട്ടിൽ നിന്നുള്ള പണിയും കുറച്ച് ക്ഷീണമാവുമല്ലോ. അപ്പം ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതേ ആള് കസേരയൊക്കെ ഇരുന്നിട്ടായിട്ടോ ഇപ്പോഴത്തെ. ഹലോ, ഇയാൾ നന്നാവാനായിട്ട് എന്താ ചെയ്യുക? ഇയാൾ എന്നെ വിചാരിക്കണ്ടല്ലേ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ വണ്ണം വെച്ച് നന്നായിട്ട് വരും. പക്ഷേ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണ്. ഭക്ഷണത്തിനോട് എന്തോ അത്ര താല്പര്യമില്ല. കഴിക്കും, ഇഷ്ടമാണ് എല്ലാ ഭക്ഷണവും, പക്ഷേ എല്ലാം ഒരു ഇത്തിരിക്ക് മാത്രമേ കഴിക്കുള്ളൂ. അതിൻ്റെ ക്ഷീണമുണ്ട് കേട്ടോ. എല്ലാവരും വിചാരിക്കും ഈ കുട്ടിക്ക് ഒന്നും കൊടുക്കണില്ല എന്ന്. ഒന്നും കൊടുക്കാഞ്ഞിട്ടല്ല, കുട്ടിക്കൊന്നും വേണ്ട. കുട്ടിക്ക് കൊടുക്കണ മുഴുവൻ കുട്ടി എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കും. മുഴുവൻ കഴിക്കാനുള്ള വയറില്ല എന്നാ പറയണേ അല്ലേ പാറുവേ. പാലിന് ഇഷ്ടപ്പെടില്ലേ? പാലിന് അങ്ങനെ ഒരാൾക്ക് ഒരാളുടെ കുറ്റം പറയണമൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. ആ ശരി ശരി, ഓക്കെ. അപ്പം ആൾക്ക് തലവേദന. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞ അവിടെ നിന്ന് തല്ലുപിടിക്കണ്ട. അപ്പം എൻ്റെ പണികൾ എന്ന് പറയണത് ഇന്ന് ഒരു ഇടങ്ങേറ് പണികളൊക്കെ ചെയ്ത് ഞാൻ പത്തൽ വെട്ടൽ, പിന്നെ റോഡ് ചെടി പിടിച്ച് കിടന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തു. അപ്പം ഞാനും ഇന്ന് ടയേർഡാണ്. പിന്നെ എന്തായാലും നമ്മൾ ഡെയിലി വരുമല്ലോ, അപ്പോൾ ആ ഒരു വീഡിയോ ശരിയാക്കി വെക്കാനുള്ള ആ ഒരു നമ്മളിങ്ങനെ എപ്പോഴും എന്തായാലും ഇന്ന് വീഡിയോ ഇടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പറയുമ്പോൾ മാത്രമല്ല ആഗ്രഹിക്കണോണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോ കണ്ടൻറ്റുകളല്ലെങ്കിലും നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഇനി ഇടണം എന്നാണ്. ഒരു ജോബ് പോലെ തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗങ്ങളായിട്ട് നമുക്ക് വരാം. അലക്കാനായിട്ട് ഞാൻ തുണി ഇട്ടിട്ടുണ്ട്, പേര അടിച്ചിട്ടില്ല. അപ്പോൾ
തുണി ഇവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെഷീൻ കൂട്ടൻ സഹായിക്കണോണ്ട് ഒരു പകുതി ജോലി പുള്ളി എടുത്തോളും. അപ്പം ഞാൻ അടിക്കാൻ പോവാണ്. പിന്നെയും വാഷ് ചെയ്യാനുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാഷ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതിനകത്ത് നമ്മൾ ചെയ്യും കേട്ടോ. നല്ലതും ചീത്തയൊക്കെ ആയിട്ട് ഓരോരോ പ്രാവശ്യമായിട്ട് ഇടും. രാത്രിക്കും ഒരു വാഷിംഗ് ഉണ്ടാവും. കുട്ടികളുടെ യൂണിഫോം എല്ലാവരുടെയും തയ്ച്ച് ഓരോ ജോഡി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രിയും വാഷ് ചെയ്തിടും. അപ്പോൾ നമുക്ക് പേരടിക്കാം. ഇന്ന് സാറ്റർഡേ ആണ്. കുഞ്ചപ്പന് ഒരു വയറ് വേദന. ആൾക്ക് എന്താണാവോ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ വയ്യായികകൾ വന്നുണ്ട്. ലിറ്ററിന്റെ പാല് ഇത്രയായി. പേട് കേട്ടിട്ട് പഞ്ചസാര ഇട്ടാം. പഞ്ചസാര ഇട്ടണം. അപ്പോൾ പാല് മൊത്തം വറ്റി അങ്ങനെ പോയി. കുറച്ചും കൂടി ആവണം. ഇതിൽ പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി യൂസ് ആവും. ഞാൻ കുറച്ച് ഇളക്കി കഴിയുമ്പോൾ നിൽക്കാം. കട്ടി കട്ടിയായിട്ട് വന്നില്ല. ചട്ടി ഇങ്ങനെ വിട്ടു നോൺ സ്റ്റിക്ക് എടുക്കണ കാര്യത്തിൽ നല്ലത്. പാല് അടിച്ച് പിടിച്ച് കഴിയാം. അതിൻ്റെ ടേസ്റ്റിൽ കഴിയാം. അത് നോക്കിയാൽ ചോപ്പിനും പനി ആയതുകൊണ്ട് ഉഷാറില്ല. പഞ്ചസാര ഡബിൾ ഐസ്. കറക്റ്റ് ഷുഗർ എന്തെങ്കിലും മനസ്സിലാവും. ഇതിനനുസരിച്ച് ഇടയ്ക്കൊക്കെ മധുരം എൻ്റെ ടേസ്റ്റ് പോകുന്നു. ഞാൻ ഷുഗർ കഴിച്ചതുകൊണ്ടേ എനിക്ക് മധുരമില്ലാത്ത ഇഷ്ടം. ആവശ്യത്തിനല്ല, ആവശ്യത്തിന് മുതലാണ് എനിക്ക് ഇഷ്ടം. നമ്മള് പഞ്ചസാര കുറച്ചുകൂടി യൂസ് ആവുമല്ലോ. നിന്റെ സമയം വളരെ മോശം. ഒന്നേ കേൾക്കും. തോന്നൽ ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുന്നത്. ഞാൻ പറഞ്ഞു അത് ശരിയാവും. ഇതാണല്ലോ നമ്മൾ വെറുതെ ധൃതി പിടിച്ചിട്ടില്ല. ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് എല്ലാം ഒരു പാറ്റം വരും. ഞാൻ കുറച്ചെടുക്കാണ് ചെയ്യണം. ഞാൻ കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെ എനിക്ക് കുറേ നേരം ഇരുന്നു വീണ്ടും ഇതെനിക്ക് പനി വന്നിട്ട് ഭയങ്കര വെള്ളമാണോ? എനിക്ക് അറിയില്ല. കരിയണം മണം മടിക്കുന്നില്ല. ആയിട്ടില്ല. അപ്പൊ ഒക്കെ ചെയ്തതിന് ഒന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. ചെറിയ മിഠായി പോലെ കേട്ടോ ഇത് ഭഗവാൻ വയ്ക്കണ നേദ്യം. കുറേ നേരം ഇത് ചെയ്യേണ്ടി വന്നു കേട്ടോ. കൂടുതൽ പാലുണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് കഷ്ടപ്പെട്ടല്ലേ. കഷ്ടപ്പെട്ടില്ലേ? ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇത് പക്ഷേ ഭയങ്കര പൂത്തുപോയോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി എനിക്ക് ഇത്ര കളർ ഉണ്ടാക്കിയ വേറെ കളറായിരുന്നു അല്ലേ. ഇതിപ്പോൾ വേറെ കളറായി. അത്ര ദൂരെ സൗണ്ട് കേൾക്കില്ലല്ലോ, മൈക്കില്ലല്ലോ. അതൊക്കെ ഫാൻ കൂട്ടായിരുന്നു. വേറെ രീതിയിലുള്ളത് കണ്ടിട്ടില്ല. നമ്മള് പേട കാണുമ്പോ
അപ്പൊ ഇന്നത്തെ നമ്മുടെ പേട സ്പെഷ്യല് എല്ലാവർക്കും നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ മറ്റേ പേട കഴിക്കാറുണ്ട്, ഈ പേട കഴിക്കാറുണ്ട്. ഇപ്പൊ തൊട്ട് നേരത്തെ മറ്റേ പേടയൊന്നും ഇഷ്ടം. പക്ഷെ പേട ഭയങ്കര ടേസ്റ്റാണ്. പേട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറല്ല, നമ്മുടെ കാമധേനുവിന്റെ ആയതുകൊണ്ടാവാം നല്ല ടേസ്റ്റ് ഇല്ല. ഇത് ഏത് പാലായാലും ഏതെന്തായാലും ഒന്നിനും പ്രശ്നമില്ല അല്ലേ? എന്താ കൊഞ്ചം ഉണ്ടാത്ത പൊടി അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോണതാണ്. അമ്മേനെ കാണിക്കണില്ല കേട്ടോ വീഡിയോയിലൊന്നും. അമ്മ സുഖമായിട്ടൊക്കെ വരട്ടെ, നമുക്ക് അമ്മേനെ കാണിക്കണുള്ളൂ. സമയം ഇപ്പോൾ 9:10 മണിയായി. ശരി, അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ഞാൻ ഇത്തിരി ചോറെടുത്ത് കഴിക്കുക കേട്ടോ. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഡയറ്റൊന്നും ഇപ്പോൾ നോക്കണമൊന്നുമില്ല. എനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനോ അല്ലെങ്കിൽ സങ്കടം വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ കൂടുതൽ കഴിക്കണം. വെച്ചാൽ കഴിക്കണത് മുഴുവൻ വേഗം ദഹിച്ചു പോണ ഒരു ഫീലാട്ടോ. അപ്പം എനിക്ക് അമ്മേനെയൊക്കെ കണ്ടു വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു പരവേശം പോലെയൊക്കെ ഉണ്ടായിരുന്നു. കറവയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വയറ്റിലിങ്ങനെ ആന്തൽ പോലെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. പരവേശം എന്നൊക്കെ പറയണ പോലത്തെ ഒരു ദഹിച്ച് തീർന്നു പോയ ഒരു അവസ്ഥേൻ്റെ. അപ്പോൾ ഞാൻ ചോറെടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഡയറ്റൊന്നുമില്ല, വണ്ണം വയ്ക്കും, അത് ഉറപ്പാണ്. ക്ഷീണം ഉണ്ടാവില്ല. എനിക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ശരീരം വണ്ണം വയ്ക്കുക ചെയ്യണം. എല്ലാവരും എങ്ങനെയാണ് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. രജീഷനും അങ്ങനെയാണ് കേട്ടോ. ടെൻഷൻ വന്നു കഴിയുമ്പോൾ രജീഷനും ഭക്ഷണം കഴിക്കണം, അങ്ങനെയാണ്. ചിലവർ പറയണ കേട്ടിട്ടുണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അവർ ഉറങ്ങും, എത്ര ടെൻഷൻ വന്നാലും അവരിങ്ങനെ ഉറങ്ങി അവരുടെ ഇത് മാറുന്നു പറയണേക്കാം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ നാളും ഒരേ നാളാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഏകദേശം സ്വഭാവമൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഇപ്പോൾ 10:30 ഈ സമയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ബൈ ബൈ.